ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. കീർത്തി സുരേഷിന്റെ റിവോൾവർ റിലീസാന്ന് പറഞ്ഞിട്ടുള്ള പടം ഓഗസ്റ്റ് 27 റിലീസാണെന്ന് അറിയിച്ചു. പിന്നെ ചെന്നൈ സിറ്റി ഗാങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പടത്തിന്റെ 9 days to go പോസ്റ്റർ വന്നു. പിന്നെ DNA എന്ന് പറഞ്ഞ പടത്തിന്റെ 9 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ ട്രെയിലർ ലോഞ്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഫോട്ടോ ഇട്ടിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ സീതാപായനം എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ടീസർ തമിഴ് പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ വെനസ്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിന്റെ സീസൺ 2 വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു ക്യാരക്ടർ പോസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ വെനസ്ഡേ എന്നുള്ള ഓരോ പോസ്റ്ററിലായിട്ട് കൊടുത്തിട്ട് 2 എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം ജസ്റ്റ്. പിന്നെ നെല്ലിക്കാൻ പോയാൽ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പടം മാത്യു തോമസാണ് മെയിൻ കഥാപാത്രമായിരുന്ന പടത്തിൽ. എന്തായാലും ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ കണ്ടിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ തമിഴ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ട്രെയിലർ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ട്. ബാങ്കർ എന്നുള്ള രീതിയിലാണ് പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉസ്താദ് ഭഗത് സിംഗ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ സൂപ്പർമാൻ എന്ന് പറഞ്ഞ പടം IMAX റിലീസാകാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് IMAX പോസ്റ്റർ വന്നു. പിന്നെ ഗാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ 30 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ രാജാസാബ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ മ്യൂസിക് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എസ്തമനാണ് ഇതിൽ മ്യൂസിക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2 ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. 2 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മിത്ര മണ്ഡലി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ടീസർ ജൂൺ 12 എന്ന് വെച്ചാൽ ഇന്ന് 12 മണിക്ക് വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഉച്ചക്കാണ്. പിന്നെ അഖണ്ഡ 2 താണ്ഡവം എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ടീസർ പുറത്തിറക്കിയിട്ടായിരുന്നു. അത് 28 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. അതേമാതിരി 632Kയിലും കൂടുതൽ ലൈക്സും കിട്ടിയിട്ടുണ്ട് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ കാർത്തി 29 ആ പടത്തിന്റെ ഭാഗത്തുനിന്ന് അതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള തമിഴ് എന്ന് പറഞ്ഞ ആളുടെ ബർത്ത്ഡേ വെച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. താൽക്കാലികമായിട്ട് ഈ പടത്തിന് ഇപ്പോൾ പേരിട്ടിട്ടുള്ള മർഷൽ എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. പിന്നെ വിപിൻ ദാസ് അടുത്തതായിട്ട് മോഹൻലാലിനെ വെച്ച് പടമെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് പോയിട്ട് S.J. സൂര്യനും ഫഹദ് ഫാസിലിനും വെച്ച് ഒരു പടമെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ ഡ്രോപ്പ് ആയി എന്നുള്ള ആൾ തന്നെ ഒഫീഷ്യലി കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെട്ടിമാരെ അടുത്തായിട്ട് എടുക്കാൻ പോകുന്ന പടം STRനെ വെച്ചിട്ടാണെന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതായത് അതിൻ്റെ ഷൂട്ടിംഗ് ജൂലൈ 16 തുടങ്ങുന്ന രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണെന്നുള്ള അറിയത്തില്ല. പിന്നെ ചോട്ടാമുംബൈ എന്ന് പറഞ്ഞ റീ റിലീസായിരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം 5 ദിവസം കൊണ്ട് 2.37 കോടിയാണ് നേടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെയാണ്. അത്യാവശ്യം എന്ന് വെച്ചാൽ നല്ല കളക്ഷൻ തന്നെയാണ്. അതേമാതിരി വേൾഡ് വൈഡ് ആയി നോക്കുകയാണെങ്കിൽ 2.60 കോടികളാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന് മുന്നേ റിലീസ് പടങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ളത് ദേവദൂതനാണ് 5.40 കോടി. പിന്നെ സ്ഫടികാണ് 4.94 കോടി. പിന്നെ മണിച്ചിത്രതാഴാണ് 4.64 കോടി. ഇതിനൊക്കെ കടത്തി വിട്ടെന്നുള്ളതാണ് തോന്നുന്നത്. പിന്നെ ത്രിവിക്രം അടുത്തതായിട്ട് NTRനെ വെച്ചിട്ടാണ് പടം എടുക്കുന്നതെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ലോഡ് മുരുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് പടം എടുക്കുന്നതെന്നുള്ള രീതിയിൽ മുന്നേ കേട്ടിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെയാണ് വരാൻ പോകണമെന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഇത് ടൈം പിടിക്കേണ്ടായിരിക്കും. പക്ഷേ NTRനെ വെച്ചിട്ട് തന്നെയായിരിക്കും നടക്കുക എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഫസ്റ്റ് സൂര്യയുടെ അടുത്ത് പോയി, പിന്നെ അതിനുശേഷം അല്ലർജൻ്റെ അടുത്ത് പോയി, ഇപ്പോൾ NTRന്റെ അടുത്താന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണെന്നുള്ള അറിയത്തില്ല. പിന്നെ വാർ 2 എന്ന് പറഞ്ഞ ഡബ്ബിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് NTRന്റെ. അപ്പോൾ ആൾ അതിൻ്റെ ഡബ്ബിംഗ് സെഷനിലേക്ക് എത്തിയതിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഷാരൂഖ് ഖാൻ വെച്ചിട്ട് അടുത്തായിട്ട് സുകുമാർ ഒരു പടം എടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ കിങ് എന്ന് പറഞ്ഞ നടത്തിയതിനു ശേഷം ആളായിരിക്കും ഷാരൂഖ് ഖാൻ വെച്ചിട്ട് പടം എടുക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും പുഷ്പ പോലെ ആവാതിരുന്നാൽ മതി. ഒരു സെറ്റ് സാധനം ആയി കഴിഞ്ഞാൽ അത്രയും നല്ലത്. എന്തായാലും മൈത്രി മൂവി മേക്കേഴ്സ് ആയിരിക്കും ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം എന്താണ്ടാകും പോകുന്നുള്ളത്. പിന്നെ സൂര്യ 46 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ട് തുടങ്ങി എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഒഫീഷ്യലായിട്ട് ഒരു പോസ്റ്റർ പുറത്തിട്ടിട്ടുണ്ട്. ഇതാണ് പോസ്റ്റർ. ഇതിൽ തന്നെ പടത്തിനൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട്. പിന്നെ പ്രേമലി 2 എന്ന് പറഞ്ഞ പടമാണ് ഭാവന സ്റ്റുഡിയോസിന്റെ അടുത്തായിട്ട് ഷൂട്ട് തുടങ്ങാൻ വെച്ചിരുന്നത്. പക്ഷേ എന്തൊക്കെ കാസ്റ്റിംഗിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ കാസ്റ്റിലുള്ള ആൾക്കാരുടെ ഡേറ്റ് ഇഷ്യൂ കാരണം അതെല്ലാം ഇപ്പോൾ തുടങ്ങാൻ പോണ്. ഗിരീഷ് ഐഡി എന്നെ സംവിധാനം ചെയ്യുന്ന വേറെ പടമായിരിക്കും തുടങ്ങുക എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ കാട്ടാളൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ ആയിട്ടുള്ളത് ദിപിൽ ദേവ് ആണ്. പിന്നെ പ്രൊഡക്ഷൻ ഡിസൈനർ സുനിൽ ദാസ് ആണ്. പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടുള്ളത് ദീപക് പരമേശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. പിന്നെ ഇതിന്റെ VFX കൈകാര്യം ചെയ്യുന്നത് 3 ഡോസ് കൺസെപ്റ്റ് ടു സിനിമാറ്റിക് എന്നുള്ള രീതിയിലുള്ള കമ്പനിയാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ കൊറിയോഗ്രാഫർ ഷെരീഫാണ്. പിന്നെ പടത്തിന്റെ ഫോട്ടോഗ്രാഫർ അമൽ C ചദർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. പിന്നെ കോസ്റ്റ്യൂം ഡിസൈനർ ധന്യ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. പിന്നെ സൗണ്ട് ഡിസൈനർ കിഷനാണ്. പിന്നെ മേക്കപ്പ് ചെയ്യുന്ന റോണക് സേവിയർ ആണ്. പിന്നെ ജഗദീഷ് ഓൺബോർഡ് എന്നുള്ള ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാസ്റ്റ് ലിസ്റ്റിൽ. അതുകൂടാതെ സിദ്ദീഖ് ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ ബേബിജീനും ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ രജിഷ വിജയൻ ഓൺബോർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒഫീഷ്യൽ പോസ്റ്റേഴ്സ് ഒന്നും ഒക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കുബേര എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷിന്റെ പടത്തിന്റെ ട്രെയിലർ ജൂൺ 13 എന്ന് വെച്ചാൽ നാളെ പുറത്തിറങ്ങുമ്പോൾ അറിയിച്ചിട്ടുണ്ട്. ടൈം അറിയിച്ചിട്ടില്ല. 9 days to go പോസ്റ്റർ ഇറക്കിയതിൽ കൂടെയാണ് ഇത് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പടത്തിന്റെ കഥ എന്ന് പറയുന്നത് നാഗാർജുനന്റെ ക്യാരക്ടർ ഇതിലൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അപ്പോൾ ആൾക്ക് മെയിനായിട്ട് കണ്ണുവെച്ചിട്ടുള്ള ആൾ ബ്ലാക്ക് മണിയുടെ മുകളിലാണ്. അപ്പോൾ ആ ബ്ലാക്ക് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ പിച്ചക്കാരും അങ്ങനത്തെ ആൾക്കാരൊക്കെ കണ്ടുപിടിച്ചിട്ട് ആൾ അവരൊക്കെ കൂടിയിട്ട് ഒരു ഫേക്ക് ബിസിനസ് മാൻ ഉള്ള രീതിയിലാക്കി മാറ്റിയാണ്. പിന്നെ അതിനുശേഷം സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൻ്റെ കുറച്ച് ഫണ്ട്സും കാര്യങ്ങളൊക്കെ ആളുടെ അക്കൗണ്ടിലേക്ക് എന്ന് വെച്ചാൽ നാഗാർജുനന്റെ അക്കൗണ്ടിലേക്ക് പോകുന്ന രീതിയിലാണ് പടത്തിന്റെ കഥ എന്നുള്ളതാണ് കേൾക്കുന്നത്. പക്ഷേ ഒരു ടൈമിൽ ധനുഷിനെ അതിൻ്റെ ഇടയിൽ കൂടെ പിടിക്കുമ്പോഴാണ് അവിടെ വിഷയം വരുന്നത്. കാരണം ആൾക്ക് അത്യാവശ്യം ബുദ്ധിയുള്ള ഒരാളായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും പടം കണ്ടറിയാം. ഇങ്ങനെയാണ് കഥ എന്നുണ്ടെങ്കിൽ പടം ഗംഭീരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ തലവതി ഇയാൾ ബർത്ത്ഡേ ജൂൺ 22. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആളുടെ കുറേ പടങ്ങൾ റിലീസിന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോസ്റ്റേഴ്സൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും മെയിനായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ജനനായകൻ എന്ന് പറഞ്ഞ ടീച്ചർ ആവുന്ന രീതിയിൽ കേട്ടിരുന്നു. എന്തായാലും ടീച്ചറല്ല, അതിന് മുന്നായിട്ട് ഒരു ഗ്ലിംസ് ആണ് പുറത്തോടുന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ ടീച്ചർ തന്നെ ആയിരിക്കാം. എന്തായാലും ഗ്ലിംസ് വരും എന്നുള്ള ഏകദേശം കൺഫേം ആയിട്ടുണ്ട് ജൂൺ 22. എന്തായാലും അതിന് വെയിറ്റ് ചെയ്യാം. ഒരു ഗംഭീര സാധനം ആയാൽ മതിയായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ.